ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു കല്യാണത്തിന് പോവാണ് കേട്ടോ. കല്യാണം വേറെ ആരെയല്ല, ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഷീജ മാഡത്തിൻ്റെ മോളുടെയാണ്, ചിന്നുവിൻ്റെ കല്യാണമാണ്. എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോസൊക്കെ ഞാൻ മുന്നേ ഇതിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സമയം ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിരിക്കും കേട്ടോ. 10 മണിക്ക് എന്താ കല്യാണത്തിന് പോകുന്നതല്ലേ, ഗുരുവായൂർ വെച്ചിട്ടായിരുന്നു കല്യാണം. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അവർ ഓഡിറ്റോറിയത്തിലേക്ക് എത്തുന്നത്. ഞങ്ങൾ 3 പേരും ഏകദേശം ഒരു 11:30 ആകുമ്പോൾ അവിടെ എത്തിയിട്ട്, അവിടെ എത്തുമ്പോഴേക്കും നമ്മളെ ബാക്കിയുള്ള എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കയറുമ്പോൾ തന്നെ അപ്പൊക്കെ അവിടെ നിൽക്കണം. എല്ലാവരും എത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല, അതിൽ കുറച്ച് പേരെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറച്ച് പേരൊക്കെ നല്ലോണം ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. അപ്പൊ അങ്ങോട്ട് ഒന്നും പോകാനായിട്ട് പറ്റി. കല്യാണത്തിന് വരാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ എല്ലാവരും ഒരുമിച്ച് കാണാലോ എന്ന് വിചാരിച്ചിട്ട് തന്നെയായിരുന്നു. മൊത്തത്തിൽ നമ്മളൊരു 10-40 പേരുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ സംസാരിക്കാൻ പലരിടത്തും സമയം കിട്ടിയില്ല കേട്ടാ. വന്നു കഴിഞ്ഞപ്പോൾ ഇതവിടെ ഭയങ്കരമായിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട്. താലികെട്ട് ഗുരുവായൂർന്ന് കഴിഞ്ഞിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് ചെക്കനും പെണ്ണൊക്കെ എത്താൻ വേണ്ടിയിട്ട് അത്യാവശ്യം സമയം എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല, കാരണം ഇവിടെ ഇരിക്കാൻ തന്നെ പ്രത്യേക ഒരു രസമായിരുന്നു ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഏകദേശം ഒരു മാസമൊക്കെ ആണെങ്കിലും കുറെ ആൾക്കാരെ കാണാതെ പെട്ടെന്ന് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അതുകൊണ്ട് കുറേ സംസാരിക്കാനുണ്ടാവും. ഏകദേശം ഒരു 12:30 ആയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചോളാൻ പറഞ്ഞ എല്ലാവരും എടുത്തും. കാരണം ചെക്കനും പെണ്ണും വരുമ്പോൾ എന്തായാലും ലേറ്റ് ആവുമല്ലോ. അത് ഫസ്റ്റത്തെ ട്രിപ്പിൽ തന്നെ നമ്മൾ കയറിയിട്ടുണ്ട്. ഐഡിയൽ ടീം കംപ്ലീറ്റ് ഉണ്ട്. ഞങ്ങൾ സെന്തിൽ സാറുണ്ട്. കുറച്ച് നേരമൊക്കെ ഞങ്ങളും മടിച്ചു നിന്നു കേട്ടോ, ഫസ്റ്റ് ട്രിപ്പിന് തന്നെ ഇരിക്കണമെന്ന്. പക്ഷെ ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ആദ്യം തന്നെ ഫുഡ് കഴിച്ചിട്ട് ഇരിക്കാന്ന്. അങ്ങനെ ഞാനും മാമിയും ഏട്ടനും എല്ലാവരും കൂടി ഫുഡ് കഴിക്കാനായിട്ട് കയറി. ഫുഡൊക്കെ എന്തായാലും സൂപ്പർ ആയിരുന്നു കേട്ടോ. 2 തരം പായസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്താ ചെയ്യുക, സമയം 12 മണിയൊക്കെ ആയിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് വല്ലാണ്ട് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്കൊന്ന് റിലാക്സ് ചെയ്ത് വരുമ്പോഴാണ് നമ്മളെ കല്യാണ ചെക്കനും പെണ്ണും ഒക്കെ വരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. സോങ്ങിന് മിക്കവാറും കോപ്പിറൈറ്റ് വരാനുള്ള ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാനത് ഓൾറെഡി ഓഫാക്കി വെച്ചതാണ്. അങ്ങനെ ഫോട്ടോഷൂട്ടും അതുപോലെ തന്നെ ബാക്കി ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരൊറ്റ സെക്കൻഡോ 2 സെക്കൻഡോ മാത്രമേ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കയറി കാണാൻ മറക്കരുത്. ഇപ്പോഴത്തെ എല്ലാ കല്യാണങ്ങൾക്കുള്ള പോലെ തന്നെ കുറച്ചധികം സുന്ദരി കുട്ടികൾ നമ്മളുടെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ഒക്കെ മുന്നിൽ താലം കൊണ്ടൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ മെയിൻ എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ, അതന്നെ ഫോട്ടോഷൂട്ട്. അതിനിടയിൽ അവർ കല്യാണം കഴിഞ്ഞ് വന്ന് കയറിയിട്ടല്ലേ ഉള്ളൂ. അതിൻ്റെതായ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ സ്റ്റേജിലുണ്ടായിരുന്നു. നമുക്ക് ശരിക്കും അവിടെ താഴെ ഇരുന്നിട്ട് കാണാനുണ്ടായിരുന്നു കേട്ടോ. ചിന്നു സൂപ്പറായിരുന്നു, സുന്ദരിയായിട്ടുണ്ട്. ഇത് മാത്രമല്ല ചിന്നുവിൻ്റെ ചെക്കനും പിന്നെ ഞങ്ങൾ ഷീജ മാഡം. അവിടുത്തെ അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഭയങ്കര രസമായിരുന്നു, സൂപ്പറായിട്ടുണ്ടല്ലോ അതും. സ്റ്റേജിൽ അവർക്ക് പക്ഷെ ഒരുപാട് നേരം അങ്ങനെ കപ്പിൾ ഫോട്ടോഷൂട്ടിനൊന്നും സമയം കിട്ടിയില്ല എന്ന് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ലോണം ലേറ്റ് ആയിട്ടാണ് അവർ എത്തിയത് തന്നെ. ഇനി നമ്മൾ അമ്മായിയമ്മേനെ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളുടെ ടീമിലെ ആദ്യത്തെ അമ്മായിയമ്മയാണ്. ഇതാണ് നമ്മളെ ഷീജ മാഡം, ഈ യെല്ലോ സാരി ഉള്ളത്, പെൺകുട്ടിയുടെ അമ്മ. എന്തൊക്കെയായാലും ഷീജ മാഡത്തിന്റെ ജീവിതത്തിലെ ഒരു ഡ്രീം മൊമെന്റ് എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ് ഇപ്പം നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഞങ്ങളെ ഫോട്ടോ സെഷനാണ്. ഈ പെണ്ണുങ്ങളുടെ ഇടയിൽ കുത്തി തിരക്കണ്ടെന്ന് ചോദിച്ചിട്ട് ഏട്ടൻ മാത്രം കയറിയില്ല, ബാക്കി ഞങ്ങൾ എല്ലാവരും കയറി. ഇതിലും കുറേ ആൾക്കാർ മിസ്സിംഗ് ആണ്. ഇത്രയും ആൾക്കാർ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. കല്യാണ ഫോട്ടോസ് മാത്രം പോരല്ലോ, പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നമ്മളും ചെയ്യുന്ന ഒരു പരിപാടിയല്ലേ ഫോട്ടോ എടുക്കല്. അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിലും എല്ലാവരും കൂടിയിട്ട് അവിടെ ഇവിടേക്ക് ആയിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. കാരണം ഇനിയിപ്പോൾ എന്നാണോ ഇവരുടെയൊക്കെ കാണുക. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇനി ഇവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ആറ്റുനോറ്റ് മോഹിച്ചിരുന്ന് ആ കല്യാണം കഴിഞ്ഞിട്ടാ. ഇനി എല്ലാവരും കൂടിയിട്ട് എന്നാണ് എപ്പോഴാണ് ഒരുമിച്ചുണ്ടാവുക എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഭയങ്കര രസമായിരുന്നു എല്ലാവരും ഒരുമിച്ച് കാണാനും ഒരുമിച്ച് കൂടാനും ഒക്കെ പറ്റി. കല്യാണം സൂപ്പറായിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരിട്ട് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്